ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 6 വിന്നേഴ്സ് ആരാണ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഞാൻ ഈ റീൽസിലൊക്കെയാണ്. പിന്നെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അത് കാണാറുള്ളൂ. ബാക്കി സമയത്തൊക്കെ ഞാൻ എഴുതുമോ കളിക്കുമോ അങ്ങനെയും ചെയ്യുമായിരിക്കും. അപ്പോൾ എൻ്റെ ടോട്ടലായിട്ട് ഞാൻ ലീഡർ ബോർഡ് പറയുമ്പോഴത്തേന് 5th പ്ലേസ് അഭിഷേക് ചേട്ടൻ ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അഭിഷേക് ചേട്ടന് കുറച്ചുള്ളൂ, 5% അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ നോക്കിയാണോ എന്നിട്ട് 5% ഉള്ളൂ. അതുകൊണ്ടാണ്. സോ 4th പ്ലേസിൽ വരുന്നത് ജാസ്മിൻ ചേച്ചിക്ക് കുറച്ച് വോട്ടുകളുണ്ട്, പക്ഷെ ശകലം ഉഴപ്പും. അതുകൊണ്ട് ശകലം പേര് ജാസ്മിൻ ചേച്ചിന് ഇഷ്ടമില്ലായിരിക്കും, ശകലം ഇഷ്ടമായിരിക്കും. അത് അവരുടെ മൈൻഡായിട്ട് അവർ തിങ്ക് ചെയ്യും ആരെ വോട്ട് ചെയ്യേണ്ടത്, ആരാവരുടെ ഫേവറേറ്റ് അങ്ങനെയായിട്ട്. ടോപ്പ് 3 3rd പ്ലേസിൽ ഋഷി ചേട്ടൻ നല്ല പ്ലെയറുമാണ്, കുറേ വോട്ടുകളും ഉണ്ട്. പക്ഷേ ഋഷി ചേട്ടൻ്റെ ബെസ്റ്റ് പോയോണ്ട് ശകല സാഡ് പിന്നെ കുറച്ച് പ്ലേസേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ 2nd പ്ലേസിൽ ഞാൻ പറയുന്നത് അർജുനാണ്, അല്ലെങ്കിൽ അർജുനോ അല്ലെ ജിൻഡോ ആണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അർജുനെ കുറിച്ചാണ്. അർജുൻ ഒരു നല്ല പ്ലെയറുമാണ്, നല്ല ടോക്കറ്റീവാണ്, നല്ല ആക്റ്റീവുമാണ്, വെരി ഫണ്ണിയുമാണ്. ഞാൻ ഓൾമോസ്റ്റ് ചിരിച്ചൊക്കെ പോയി. എന്നിട്ട് അർജുൻ ചേട്ടന് എല്ലാ വീഡിയോകളും എഡിക്റ്റ് ആവുന്നത് പേടിച്ചിട്ടൊക്കെ കരയും. അവരെ എഡിക്റ്റ് ആകുമ്പോഴത്തേനൊക്കെ കരയും. ഇപ്പോൾ ശ്രീത് പോയപ്പോഴത്തേക്ക് കരഞ്ഞില്ലേ, പക്ഷെ ശ്രീത് വന്നപ്പോഴത്തേന് ഹാപ്പി ആയി. അതുപോലെ പിന്നെ ജിൻഡോ ഒരു ടോപ്പ് 1 അല്ലെങ്കിൽ ടോപ്പ് 2 എൻ്റെ വിഷയമായിട്ട് എനിക്ക് ജിൻഡോ ചേട്ടൻ ഒരു ടോപ്പ് 1 എൻ്റെ ഒരു വിഷയം. പിന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ചേട്ടന് ഒരു മോഹൻലാൽ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. ആ അവാർഡ് എന്താണെന്ന് വെച്ചാൽ മണികണ്ഠങ്ങാണ്ട് പറഞ്ഞിട്ടായിരുന്നു. ആ അവാർഡ് കിട്ടിയപ്പോഴത്തേന് ജിൻഡോ ചേട്ടൻ കുറച്ച് സാഡൊക്കെ ആയി. ആ സമയത്ത് തൊട്ട് ജിൻഡോ ചേട്ടൻ എല്ലാ ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല പ്ലെയറും ആയി. ചില സമയത്തൊക്കെ പാവമാണ്. പിന്നെ ജിൻഡോ അങ്കിള് എന്തെങ്കിലും ഇപ്പോൾ വഴക്കെങ്ങാനും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ജിൻഡോ ചേട്ടൻ ഒന്നും ലിസൺ ചെയ്യാതെ അവിടെ ക്വയറ്റ് ആയിട്ടിരിക്കും. പക്ഷെ കുറച്ച് ദേഷ്യം വേണ്ടി വന്നാൽ നല്ല വഴക്കൊക്കെ പറയും. സോ അതാണ് എൻ്റെ തോട്ട്സ്. ഇന്ന് 7 o'clock കാണാം ആരാണ് എഡിറ്റാണ്, ആരാണ് വിന്നർ ആവുന്നത്. അപ്പോൾ താങ്ക്സ്, ബൈ, സീ യു ഓൾ. ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ എല്ലാവരെയും കാണുന്നതായിരിക്കും. ബൈ.